ഹായ് ഫ്രണ്ട്സ്, റീഡിംഗ് മോഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തകഴിയുടെ അവൻ്റെ സ്മരണകൾ എന്ന കഥയുടെ ഭാഗം 5 ഇന്ന് ഈ വീഡിയോയിൽ കേൾക്കുന്നത്. പിറ്റേന്നും ഞാൻ ചുഴലിക്കാറ്റ് പോലെ ഓടുകയായിരുന്നു. കൈവശമുള്ളത് നീക്കി ബാക്കി കൂടി ഉണ്ടാക്കണം. അങ്ങനെ 15 രൂപ തികയ്ക്കണം. പിന്നീടും പോരല്ലോ, കള്ളിനും കപ്പയ്ക്കുമുള്ള കാശ് കൂടി ഉണ്ടാവണം. എന്നെ പട്ടണത്തിൻ്റെ ഏതു ഭാഗത്തും കാണാം. ഞാൻ ഓടുകയാണ്. അങ്ങനെ കുനിഞ്ഞോടുമ്പോഴും എൻ്റെ തലയ്ക്കുള്ളിൽ അതാണ് വിചാരം. കഴിഞ്ഞ ദിവസത്തെ പോലെ മിണ്ടാതിരുന്നാൽ പോരാ, ഞാൻ ഒരു മടയനാണെന്ന് അവൾ വിചാരിച്ചു കാണും. അങ്ങനെ തോന്നുന്നത് തെറ്റാണെന്ന് എനിക്ക് തോന്നി. എന്തെല്ലാമാണ് അവളോട് പറയേണ്ടത്? അവൾക്ക് ദേഷ്യം തോന്നരുത്, ഇഷ്ടവും സന്തോഷവും തോന്നണം. ആ കുഞ്ഞിനെ ചിരിപ്പിച്ചതുപോലെ ഇവളെയും കൊഞ്ചിച്ച് കളിപ്പിച്ച് രസിപ്പിച്ചാലോ? ഇവൾ പ്രായമായ ഒരു പെണ്ണും പിള്ളയാണ്. എന്നാലും അങ്ങനെ ഇവളെ രസിപ്പിക്കണമെന്ന് എനിക്ക് ആലോചിക്കാൻ കഴിഞ്ഞു. അവിടെ ചെന്ന് എങ്ങനെ പെരുമാറണമെന്ന് ഞാൻ ഒരുമാതിരി ആലോചിച്ചുറച്ചു. ഉച്ചതിരിഞ്ഞ് ചാക്കോച്ചേട്ടനെ ഞാൻ കണ്ടു. ചാക്കോച്ചേട്ടൻ എന്നെ അന്വേഷിക്കുകയായിരുന്നു. അങ്ങേർക്കൊരു 5 രൂപ വേണം, വീട്ടിലെ ആവശ്യത്തിന്. അന്ന് അത്രയും കിട്ടുന്ന കോളില്ല. എനിക്ക് 2 ദിവസമായി നല്ല സവാരി ആയിരുന്നെന്ന് ചാക്കോച്ചേട്ടൻ അറിയാം. ഞാൻ ധർമ്മസങ്കടത്തിലായി. ചാക്കോച്ചേട്ടൻ ചോദിച്ചാൽ എനിക്കും കൊടുക്കാതിരിക്കാൻ വയ്യ. എനിക്കും ചേട്ടനും ബന്ധവും കൂട്ടുകാരും ഒക്കെയായി ഒരാളല്ലേ ഉള്ളൂ. അങ്ങേര് മൂലമാണ് ഞാൻ ഈ വിധമായത്. എത്ര പ്രാവശ്യം എനിക്ക് തന്നിരിക്കുന്നു. കൊടുത്താൽ അന്നെനിക്ക് ഷാപ്പിൽ പോകാനും ഒക്കുകയില്ല. ഞാൻ സ്വല്പനേരം ഒന്നും മിണ്ടാതെ നിന്നു. അങ്ങനെ ഞാൻ വിഷമിച്ച മറ്റൊരു ഘട്ടമില്ല. ഇല്ല എന്ന വാക്കാണ് എൻ്റെ നാവിൻ തുമ്പിൽ ഇരിക്കുന്നത്. പക്ഷെ അത് പുറത്തു വന്നില്ല. അത് കയ്യിൽ കാശുണ്ടെന്ന് ചാക്കോച്ചേട്ടൻ അറിയാം. ചാക്കോച്ചേട്ടൻ പറഞ്ഞു, വിഷമിക്കണ്ടടോ, നാളെയോ മറ്റന്നാളോ തരാം. ഞാൻ പറഞ്ഞു, ചാക്കോച്ചേട്ടൻ എന്നതാ പറയുന്നേ? വിഷമമോ? കൊള്ളാം. ചാക്കോച്ചേട്ടൻ തന്നില്ലെങ്കിൽ എന്താ? ഞാൻ രൂപ കൊടുത്തു. അങ്ങനെ അന്നത്തെ പരിപാടി കുഴപ്പത്തിലാകുന്ന മട്ടായി. ഇനിയും അടുത്തൊരു ദിവസത്തേക്ക് മാറ്റാം. പക്ഷെ ഒരു വിഷമമുണ്ട്. അവൾ ഇനി ചെല്ലുമ്പോൾ 15 അല്ല 20 വേണമെന്ന് പറയുമോ? പറഞ്ഞേക്കും. ഇന്ന് മാത്രമല്ല, അവൾ കാത്തിരുന്നും വരും. അന്ന് തന്നെ ചാക്കോച്ചേട്ടന് കൊടുത്ത 5 രൂപയും കൂടി ഉണ്ടാക്കി പോകാനൊത്തെങ്കിൽ എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കടപ്പുറത്തേക്കൊരു സവാരി എനിക്ക് കിട്ടി. അത് തരക്കേടില്ലാത്തതായിരുന്നു. തിരിച്ചു വരുമ്പോൾ ടിവിയുടെ വാതിൽക്കൽ നിന്ന് ഒരാൾ എന്നെ നിർത്തി. അപ്പോൾ രാത്രി ഒരു 8 മണി ആയിട്ടുണ്ട്. അയാൾ എന്നോട് ചോദിച്ചു, പുലയൻ വഴി വരെ പോയി തിരിച്ചു വരുന്നതിന് എന്തു വേണമെടോ? അവിടെ താമസമുണ്ടോ സാർ? 1/2 മണിക്കൂർ താമസം വരും. 3 രൂപ തരണം സാർ. പോ തന്നെ വേണ്ട. എൻ്റെ ആവശ്യം വലുതാണ്. എനിക്ക് ഉപേക്ഷിക്കാവുന്ന ഒരു സവാരി അല്ല അത്. ഞാൻ ചോദിച്ചു, എന്ത് തരും സാർ? തന്നോടെന്തു പറയാൻ? ഞാൻ 3 രൂപയല്ലേ ചോദിച്ചേ? 2 നാഴിക അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കണം. 1/2 മണിക്കൂർ താമസിക്കണം. 10-11 മണി വരെയാകും സാർ. ഞാൻ 4 പാടും നോക്കി. മറ്റു വണ്ടിക്കാർ ആരുമില്ല. ഞാൻ ചോദിച്ചു, എന്ത് തരും സാർ? അയാൾ പറഞ്ഞു, 1.5 രൂപ തരാം. മുതലാകത്തില്ല സാർ. 2.5 രൂപ താ സാർ. ഇല്ല. ഞാൻ പിന്നീട് കുറേയൊക്കെ പറഞ്ഞു നോക്കി. അവസാനം ഞാൻ പറഞ്ഞു, കയറണം സാർ. അയാൾ അകത്ത് പോയിട്ട് പെട്ടെന്ന് വന്ന് വണ്ടിയിൽ കയറി. വെളിവളച്ചു കമ്പിയിട്ട ഒരു പറമ്പുണ്ട് അവിടെ ഒരുപോലെയുള്ള 10-12 ഒറ്റക്കുടിയുള്ള 6 കാൽ പുരകളുണ്ട്. ആ വളപ്പിലെ ഗേറ്റിൽ വണ്ടി നിർത്താൻ പറഞ്ഞു. അയാൾ താഴെ ഇറങ്ങി. വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്വല്പം മാറ്റിയിടാൻ പറഞ്ഞിട്ട് അയാൾ അകത്തേക്ക് പോയി. 1/2 മണിക്കൂറല്ല, അതിലും കൂടുതൽ നേരം ഞാൻ അവിടെ കിടന്നു. 4 പാടും അതേ തരത്തിലുള്ള കൊച്ചു വീടുകളേ ഉള്ളൂ. അവിടെയൊക്കെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. വണ്ടിയിൽ വന്ന ആൾ എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞുകൂടാ. അയാൾ അങ്ങ് പോയതാണോ? കാശ് വാങ്ങാതിരുന്നത് അബദ്ധമായിപ്പോയി എന്ന് വരെ ഞാൻ സംശയിച്ചു. അയാൾക്കിവിടെ വരണമായിരുന്നു. അതിനെടുത്തൊരു സൂത്രമായിരുന്നു. അയാളെ ഇനി കണ്ടാൽ തിരിച്ചറിയാനും വയ്യ. ഞാൻ ഗേറ്റിലേക്ക് വണ്ടിയും വലിച്ചു കൊണ്ടുപോയി. ഒരൊറ്റ കുഞ്ഞിനെ റോഡിലെങ്ങും കാണുവാനില്ല. വന്ന മടയത്തരം വന്നു. തിരിച്ചു പോയാൽ എന്തെന്ന് വരെ ഞാൻ ആലോചിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ 2 പേർ വന്നു. ഒന്നൊരു പെണ്ണും പിള്ള ആയിരുന്നു. അവർ വണ്ടിയിലേക്ക് കയറി. വലിച്ചു ടിബിയിലേക്ക് പൊയ്ക്കോ, ഞാൻ കൂടെ വന്നേക്കാം. മുൻവശം തുണി വലിച്ചിട്. ഞാൻ വണ്ടി മൂടി. എന്നിട്ട് വണ്ടി വലിച്ചു. അയാളും സ്വല്പം അകലെയായി പിന്നാലെ ഉണ്ട്. വണ്ടി ടിവിയുടെ ഗേറ്റിൽ കൂടി അകത്തേക്ക് വലിച്ചു കൊണ്ടുപോയി. വണ്ടി നിർത്തി തുണി അഴിച്ചു മാറ്റി അവൾ ചാടി താഴെ ഇറങ്ങിയതും ഒരു കൊടുങ്കാറ്റ് പോലെ അകത്തേക്ക് പോയതും ഒരുമിച്ച് കഴിഞ്ഞു. എനിക്ക് അവളെ ഒന്ന് കാണാൻ കൂടി കഴിഞ്ഞില്ല. അയാൾ പെട്ടെന്ന് മടങ്ങി വന്നു. അയാൾ പറഞ്ഞു, താൻ പോകരുത്, ഇവിടെ തന്നെ പുറത്തു കിടക്കണം. 2-3 മണിക്ക് ഇവളെ കൊണ്ടുചെന്ന് വിടണം. കാശ് അതൊരുമിച്ച് പോരെ? പോരാ. എടോ, കാത്തു കിടക്കുന്നതും തിരികെ വിടുന്നതും ഉൾപ്പെടെ എത്ര രൂപ വേണം? ഇതൊരു ചെറിയ കോളാണെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, 5 രൂപ. 5 രൂപയോ? ഞാൻ ഇവിടെ കാത്തു കിടക്കണം. അയാൾ പറഞ്ഞു, എന്നാൽ തൻ്റെ ഇടപാട് തീർത്തേക്കാം. റിക്ഷക്കാരില്ലാത്ത നാടല്ല ഇത്. സ്വല്പ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെന്നേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, സാർ എന്തു തരാം? 3.5 രൂപ തരാം. ഞാൻ സമ്മതിച്ചു. അത്രയുമായല്ലോ. ഞാൻ ടിബി വാതിൽക്കൽ തന്നെ കിടന്നു. എനിക്ക് ആലോചിക്കാൻ കാര്യങ്ങളുണ്ടായിരുന്നു. ആ വളപ്പിൽ 6 കാൽ പുരയിൽ താമസിക്കുന്ന ഒരുവൾക്ക് ടിബിയിൽ കാര്യം എന്താണ്? രാത്രിയിൽ വരിക, വെളുപ്പിനെ പോവുക, അവളെ മൂടിക്കെട്ടി കൊണ്ടുവന്നു. ഇതൊക്കെ ആലോചിക്കാനുള്ള വകകളല്ലേ? ടിബിയിൽ താമസിക്കുന്നത് സാധാരണക്കാരല്ലെന്ന് എനിക്കറിയാം.
വലിയ ഉദ്യോഗസ്ഥന്മാരും മുതലാളിമാരും ഒക്കെ അവിടെ താമസിക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടിയാണോ കൊണ്ടുവന്നത്? അതൊരു പുതിയ അറിവായിരുന്നു എനിക്ക്. അവളെ കൊണ്ടുവരാൻ എൻ്റെ കൂടെ വന്ന അയാൾ ആരെന്ന്, ആ മുറിയിൽ താമസിക്കുന്നത് ആരാണ്? അപ്പോൾ ആ വലിയ ആളുകൾ ആ വളപ്പിലും മറ്റും താമസിക്കുന്നവരുടെ കൂടെ പോകുമോ? ആ പെണ്ണുങ്ങൾക്ക് മുതലാളിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ അടുത്തറിയാം, എന്ന് വച്ചാൽ വളരെ അടുത്തറിയാം. അവർ ആ പെണ്ണുങ്ങളെ ഉമ്മ വയ്ക്കും, കൊഞ്ചിക്കും, കളിപ്പിക്കും. ആ പെണ്ണുങ്ങൾ ആ വലിയ ആളുകളുടെ കവിളിൽ ചൂണ്ടുവിരൽ കൊണ്ട് കുത്തും. പിന്നെ എന്തിനാണ് അവ കയറ്റാപ്പീസിൻ്റെ പടിയിൽ ജോലിക്ക് പോയി കാത്തു നിന്നിട്ട് കിട്ടാതെ തിരിച്ചു പോകുന്നത്, കുരുമുളക് പണ്ടകശാലയിൽ പോകുന്നത്? അങ്ങനെ ഓർത്തോർത്തിരിക്കുമ്പോൾ ഞാനൊന്ന് മയങ്ങി. പെട്ടെന്ന് ഞാൻ നടുങ്ങി ഉണർന്നു. ഷാപ്പിൽ അവളെന്നെ കാത്തിരുന്ന് മുഷിഞ്ഞു കാണും. അടുത്ത ദിവസം പോകാം. വിളക്കുമരത്തിലെ മണി 12, 1, 2 ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. ആ മുറിയിലേക്ക് ഞാൻ നോക്കി. അകത്ത് വിളക്ക് കത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്? ഈ രാത്രി മുതലാളിയുടെ കൂടെ കഴിഞ്ഞിട്ട് നാളെ കാലത്ത് മുതൽ മുളക് പണ്ടകശാലയിൽ മുളകു ചീറ്റ്. ഞാൻ ഗേറ്റിൽ കൂടി അകത്തേക്ക് എത്തി നോക്കി. വരാന്തയിൽ അവളരെ കൂട്ടിച്ചുകൊണ്ട് വന്നവൻ കിടന്നുറങ്ങുന്നു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു. ആ വാതിൽ തുറന്നു വരാന്തയിൽ കിടന്നവൻ എഴുന്നേറ്റു. ഞാൻ വണ്ടി ഗേറ്റിനുള്ളിലേക്ക് കൊണ്ടുചെന്നു. എല്ലാം ഒരു യന്ത്രം പോലെ നടന്നു. വരാന്തയിൽ കിടന്നവൻ മുറിക്കുള്ളിലേക്ക് കയറി. സ്വല്പസമയം ഞാൻ അകത്തേക്ക് നോക്കി. അതാരാണെന്ന്, ആ വലിയ ആൾ ആരാണെന്ന് എനിക്കറിയണം. ഒരാൾ നടന്നു മാറുന്നത് വാതിൽക്കൽ കൂടി കണ്ടു. കുന്നുംപുറത്ത് മുതലാളിയുടെ മകൻ, ബേബിക്കുട്ടി എന്നും കൊച്ചുമുതലാളി എന്നും വിളിക്കാറുണ്ട്. അതാണ് ആൾ. വരാന്തയിൽ കിടന്നവൻ മുമ്പേയും അവൾ പിമ്പേയുമായി പുറത്തിറങ്ങി. അവളെയും ഞാൻ കണ്ടു. അവളെ അതിനു മുമ്പും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സേട്ടുവിൻ്റെ മുളക് പണ്ടകശാലയിലാണെന്ന് തോന്നുന്നു അവൾക്ക് ജോലി. വെളുത്തു തടിച്ച് ഒരുപാട് തലമുടിയും ചുവന്ന ചുണ്ടുമുള്ള ഒരു പെണ്ണുമ്പിള്ള. അവൾ വണ്ടിയിൽ കയറി. അയാൾ കൂലി തന്നു. ഞാൻ എണ്ണി നോക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ ധൃതി വെച്ചു. തുണിയിട്ട് മൂടണോ എന്ന് ഞാൻ ചോദിച്ചു. റോഡിൽ ആരും കാണുകയില്ലെന്നും അതുകൊണ്ട് വേണ്ടെന്നും രണ്ടുപേരും പറഞ്ഞു. അയാൾ ചോദിച്ചു, ഞാൻ വരണോ? ഓ വേണ്ട, എനിക്ക് അവളോട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ എന്താണ് എനിക്ക് സംസാരിക്കാനുള്ളത്? ഒന്നുമില്ല. ഒന്നും മിണ്ടാതെ പോകാനും എനിക്ക് വയ്യ. എന്തുകൊണ്ടോ എന്തോ. ഞാൻ പറഞ്ഞു, എനിക്ക് കൂലി കുറച്ചാ തന്നത്. അവൾ മറുപടി പറഞ്ഞു, അവിടുന്ന് കൂലി പറഞ്ഞു മേടിക്കരുതായിരുന്നോ? ഇയാൾക്കറിഞ്ഞുകൂടായിരിക്കും. നല്ല കാശു കിട്ടത്തില്ലേ? ഓ, ഞാൻ കണക്കു പറഞ്ഞില്ല. കാശു തരുന്നത് അവരാണെങ്കിലും നിങ്ങളെയും വച്ചുകൊണ്ടല്ലേ വണ്ടി വലിച്ചത്? അവൾ കർണത്തടിച്ച പോലെ ചോദിച്ചു. അതിന് ഞാൻ തൻ്റെ ആരാ? സത്യത്തിൽ അവളുടെ ഉത്തരം കേട്ടപ്പോൾ എനിക്കൊരു തലകറക്കം വന്നു. ഞാൻ പറഞ്ഞു, എന്തിനാ പെങ്ങളെ കെറിവിക്കുന്നേ? അവൾ പറഞ്ഞു, താൻ എന്തിനാ ഇളക്കാൻ വരുന്നേ? ഞാൻ മിണ്ടിയില്ല. വണ്ടി ആ ഗേറ്റിലെത്തി. അവൾ താഴെ ഇറങ്ങി. വീട് വരെ കൊണ്ടാക്കുവാൻ ഞാൻ ചെല്ലണോ എന്ന് ചോദിച്ചു. വേണ്ടെന്ന് അവൾ പറഞ്ഞു. അവൾ കയ്യിലിരുന്നൊരു കടലാസ് പൊതിയിൽ നിന്ന് ചക്രം എടുത്തു നീട്ടി. ഞാൻ വാങ്ങിയില്ല. എനിക്ക് വേണ്ട. എന്നാൽ വേണ്ട. അവൾ ചെന്നു കയറിയ വീട് എനിക്ക് മനസ്സിലായി. പിറ്റേന്ന് ചാക്കോച്ചേട്ടനെ ഞാൻ കണ്ടു. ചാക്കോച്ചേട്ടൻ ചോദിച്ചു, നിന്റെ കാശ് വേണോടോ ഇന്ന്? ഓ, കയ്യിലില്ലെങ്കിൽ വേണ്ട. ഇമ്മിണി വിഷമമായി ഇന്ന്. എനിക്കും അത്ര വലിയ ആവശ്യമില്ലായിരുന്നു. ഒരുമാതിരി എൻ്റെ സംഖ്യ തികഞ്ഞു വരികയായിരുന്നു. ഞാൻ എൻ്റെ തലേനാളത്തെ കഥ ചാക്കോച്ചേട്ടനോട് പറഞ്ഞില്ല. പറയാതിരുന്നത് വേറൊന്നും കൊണ്ടുമല്ല. ടിവിയുടെ അടുത്ത് വണ്ടി കൊണ്ടിട്ടിരുന്നാൽ മയമുണ്ടെന്ന വിവരം ആരെയും അറിയിക്കേണ്ട എന്ന് വെച്ചാണ്. അവിടുത്തെ ജോലി കാശ് കിട്ടുന്നതാണ്. ചാക്കോച്ചേട്ടൻ ചോദിച്ചു, നീ കുറേ ദിവസമായി നന്നായിട്ട് പണിയെടുക്കുന്നുണ്ടല്ലോടാ. ഞാൻ സമ്മതിച്ചു. കുറേ ജോലി കിട്ടുന്നുണ്ട്. പക്ഷേല് ഇങ്ങനെ ഓടിയാൽ വീണുപോകും. നീ പകുതിയായിപ്പോയി. പണി കിട്ടിയാൽ എങ്ങനാ ചാക്കോച്ചേട്ടാ വേണ്ടെന്ന് വയ്ക്കുന്നേ? ചാക്കോച്ചേട്ടൻ അതുള്ളതാണെന്ന് സമ്മതിച്ചു. ചാക്കോച്ചേട്ടൻ തുടർന്നു, എന്നാൽ ഒരു കാര്യമുണ്ട്. വല്ലമൊക്കെ തിന്നുകയും ഉറങ്ങുകയും ഒക്കെ വേണം. ഇല്ലേൽ മുതലാകത്തില്ല. ഞാൻ കഴിഞ്ഞ 1-2 ദിവസങ്ങളായി ഉറങ്ങിയില്ലെന്ന് പറഞ്ഞു. പക്ഷേ എന്തുകൊണ്ടാണ് ഉറക്കം വരാഞ്ഞതെന്ന് പറഞ്ഞില്ല. ചാക്കോച്ചേട്ടൻ അഭിപ്രായപ്പെട്ടു. അത് വലിയ തെറ്റാ. പകലൊക്കെ ഈ വെയിലത്ത് വണ്ടിയും വലിച്ചുകൊണ്ട് ഓട്ടം. രാത്രിയിൽ ഉറക്കമില്ല. അത് തെറ്റാ. വണ്ടിയിൽ ചാരിയിരുന്നാൽ ഉറക്കം വരികയില്ല എന്ന് ഞാൻ പറഞ്ഞു. ചാക്കോച്ചേട്ടൻ സ്വല്പനേരം ഓർത്തിട്ട് പറഞ്ഞു, അതൊക്കത്തില്ല. നീ ഇങ്ങനെ കഴിഞ്ഞാൽ പോരാ. നീ ആരോരുമില്ലാത്തവനാ. അങ്ങനെയായാൽ ശരിയല്ല. ജോലി കഴിഞ്ഞാൽ ഇത്തിരി ചൂടുവെള്ളവും ശരീരത്തിൽ പിടിച്ച് 10 വറ്റും വാരിത്തിന്ന് ഒരു പായയിൽ നടു നിവർത്തണം. അല്ലാതെ ഉണ്ടാക്കത്തില്ല. ഞാനൊന്നും മിണ്ടിയില്ല. ചാക്കോച്ചേട്ടൻ ചോദിച്ചു, ഒരു പെണ്ണ് കിട്ടിയാൽ എന്താടാ? അപ്പോൾ ഞാൻ ഓർത്തിരുന്നൊരു കാര്യമല്ല അത്. ചാക്കോച്ചേട്ടൻ എൻ്റെ മുഖത്ത് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. ആ ചോദ്യം ആ നോട്ടത്തോടുകൂടി എൻ്റെ അകത്തു വളഞ്ഞു തിരിഞ്ഞു പാഞ്ഞു ചെന്ന് എവിടെയൊക്കെയോ കൊണ്ടു. ഇന്നും ആ ചോദ്യവും നോട്ടവും എനിക്ക് മറക്കാൻ ഒക്കുന്നില്ല. ഇതാ ഇപ്പോഴും ആ ചോദ്യം എൻ്റെ ചെവിക്കുള്ളിൽ മുഴങ്ങുന്നുണ്ട്. ഒരു പെണ്ണ് കിട്ടുന്നതിനെക്കുറിച്ച് ഞാൻ ഓർത്തിട്ട് പോലുമില്ല. അങ്ങനെ ഓർക്കാൻ പോലും എനിക്ക് അവകാശമുണ്ടോ? ഒരു കെട്ടിയോനായിരിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാനത് കണ്ടിട്ടില്ല. ഒരു കെട്ടിയോളായതെങ്ങനെയായിരിക്കണമെന്നും എനിക്ക് നിശ്ചയമില്ല. അതും ഞാൻ കണ്ടിട്ടുള്ളതല്ല. കെട്ടിയോൻ്റെ ചുമതല എന്തെന്നറിയാതെ, കെട്ടിയോളുടെ കടമ എന്തെന്നറിയാതെ ഞാൻ എങ്ങനെ പെണ്ണു കെട്ടും? പിന്നെ ചോരയും നീര് മാംസമുള്ളവനായതുകൊണ്ട് എനിക്കൊരു പെണ്ണിനെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ആശ മാത്രമാണ് എനിക്ക് പെണ്ണ് കെട്ടാനുള്ള അവകാശം. മറ്റു വല്ലതുമുണ്ടോ?
ചാക്കോച്ചേട്ടൻ അങ്ങനെ മുൻപിലത്തെ പോലെ തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താടാ, ഒരു പെണ്ണ് കിട്ടിയാൽ എന്താ? അങ്ങേര് ഓർക്കുകയാണ് ആ വലിയ കാര്യത്തെക്കുറിച്ച്. എന്നിട്ട് പറഞ്ഞു, എടാ, നീ പുറത്തേക്ക് ഇറങ്ങിയാൽ നീ ഇറങ്ങുന്നത് നോക്കിക്കൊണ്ട് ഒരുത്തി നിൽക്കും. അവളുടെ പടി വരെ വരും. നിനക്കും ഓർക്കാൻ ഒരുത്തിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം എന്നതാ? 10 ചക്രം കിട്ടിയാൽ ഇന്നത്തെ പോലെ വീടിയും വലിച്ച് കള്ളും കുടിച്ച് ചായയും കുടിച്ച് കളയത്തില്ല. പിന്നെ നീ എത്ര ഇരുട്ടിച്ചെന്നാലും 2 കണ്ണുകൾ നിന്നെ നോക്കി വിളക്കം കത്തിച്ചു വെച്ച് കാത്തിരിക്കും. ചാക്കോച്ചേട്ടൻ കല്യാണം കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് പറയുന്നത്, കല്യാണം കഴിക്കാനുള്ള കാര്യങ്ങളല്ല. എങ്കിലും അതൊക്കെ എനിക്ക് കേൾക്കാൻ രസമുള്ളതായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഒരു കെട്ടിയോൻ ചെയ്യേണ്ടത്. എനിക്ക് വേണ്ട പാഠമുണ്ട്. ചാക്കോച്ചേട്ടൻ തുടർന്നു, ഈ നമ്മളൊക്കെ നേരത്തെ പെണ്ണു കെട്ടണം. അല്പായുസുക്കളാ, പെട്ടെന്ന് വയ്യാണ്ടാകും. വയ്യാണ്ടായാൽ നേരത്തെ പെണ്ണുകെട്ടി കൊച്ചുങ്ങളുണ്ടായാലേ നാഴി വെള്ളം കിട്ടത്തുള്ളൂ. അതും ശരിയാണ്. എന്നോട് ചാക്കോച്ചേട്ടൻ ചോദിച്ചു, നീ എന്നതാടാ ഒന്നും മിണ്ടാത്തേ? ഞാൻ പറഞ്ഞു, ഞാൻ എന്നാ പറയണം? അല്ല, ഞാൻ പറയുന്നതെല്ലാം ഉള്ളതാ. പിന്നൊന്നൂടുണ്ടോ കൊച്ചോ? ഒരു ചുമതല ഉണ്ടെങ്കിലേ മനുഷ്യൻ വേല ചെയ്യത്തുള്ളൂ. ഞാൻ ചോദിച്ചു, പെണ്ണ് എവിടെന്നാ ചാക്കോച്ചേട്ടാ? ചാക്കോച്ചേട്ടൻ പൊട്ടിച്ചിരിച്ചു. പെണ്ണ് എവിടെന്നാണെന്നോ? എൻ്റെ കൊച്ചെ, നിനക്ക് പൈത്യമുണ്ടോ? എടാ, ഈ ലോകത്തിൽ ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങളാ കൂടുതൽ. നിനക്ക് എത്ര പെണ്ണിനെ വേണം? എനിക്ക് കെട്ടിയാൽ കൊണ്ടുപോകാൻ വീടില്ലല്ലോ ചാക്കോച്ചേട്ടാ. നീ കെട്ടാൻ പോണ പെണ്ണ് വീടില്ലാത്തതാണോ? അതൊക്കത്തില്ല. വീടും തള്ളയും തന്തയും ആങ്ങളമാരുമുള്ള ഒരു പെണ്ണിനെ കെട്ടണം. എന്നിട്ട് ഒരു വീടുണ്ടാക്കണം, അങ്ങോട്ട് മാറണം. അതാ വേണ്ടത്. അതിനൊക്കെ വഴിയുണ്ടാകുമെടാ കൊച്ച. പിന്നീട് ചാക്കോച്ചേട്ടൻ ആ കാര്യങ്ങൾ വിവരിച്ചു. ആദ്യം ഒരു വണ്ടി മേടിക്കണം, പിന്നെ കുറേ കാശും കയ്യിൽ വേണം. പെണ്ണിനെ കെട്ടണം, കൊഞ്ചം ചക്രം അങ്ങനെയും കിട്ടും. അപ്പോൾ ഒരു വീടുണ്ടാക്കാം. അങ്ങനെ പോയി ആ വഴി. അന്ന് പകൽ മുഴുവൻ വണ്ടിയും വലിച്ചുകൊണ്ട് ഓടുമ്പോൾ ഷാപ്പും വീടും കൂടി എൻ്റെ മനസ്സിൽ കിടന്നു കുഴഞ്ഞു മറിഞ്ഞുകൊണ്ടിരുന്നു. അന്ന് വൈകിട്ട് ഞാൻ ഷാപ്പിലേക്ക് പോകണം. 15 അല്ല 20 രൂപ എൻ്റെ കൈവശമുണ്ട്. അന്നും ടി വിയുടെ അടുത്ത് കിടന്നാൽ വല്ലതും കോള് കിട്ടുമെന്ന് എനിക്ക് തോന്നി. എന്നാലും ഷാപ്പിലേക്ക് പോകാനുള്ള ആശ ജയിച്ചു. അവിടെ ചെന്നാൽ പറയേണ്ടതും പെരുമാറേണ്ടതും എല്ലാം ഞാൻ നിശ്ചയിച്ചുറച്ചിരുന്നു. ഇപ്രാവശ്യം ഞാൻ മടയനാകുകയില്ല. ഷാപ്പിൽ ആളൊഴിഞ്ഞ സമയം. അവൾ വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. ഞാൻ അകത്തു കയറി. അവൾ ചോദിച്ചു, എന്താ, രൂപ കൊണ്ടുവന്നോ? ഞാൻ തൻ്റെ ഇടത്തോടെ പറഞ്ഞു, ഉണ്ട്. എന്നാൽ ആ ബെഞ്ചിലിരി, ഞാൻ കള്ളു കൊണ്ടുവരാം. അവൾ പോയി കള്ളു കൊണ്ടുവന്നു. സത്യത്തിൽ എനിക്ക് കള്ളു വേണമായിരുന്നില്ല. അവൾ കള്ളു കൊണ്ടുവന്ന് മേശമേൽ വച്ചു. കള്ളൊരു ഗ്ലാസ്സിലേക്ക് പകർന്ന് അവൾ ആ ഗ്ലാസ് എൻ്റെ ചുണ്ടോടടുപ്പിച്ച് ഞാൻ കുടിച്ചുപോയി. അവൾ കാര്യമായി പറഞ്ഞു, നമുക്കേ ഷാപ്പ് അടച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് പോവാം. ഇവിടെ ഒരു സൗകര്യവുമില്ല. അപ്പോൾ അവൾക്കൊരു വീടുമുണ്ട്. എൻ്റെ വീട് പുലയൻ വഴിയില്ല. കള്ളു കുടിച്ചേച്ച് ഇറങ്ങി പതുക്കെ നടക്ക്. ഞാൻ കൺട്രാക്ടറോട് പറഞ്ഞിട്ട് പുറകെ വരാം. ഞാൻ കള്ളുവില എടുത്തു നീട്ടി. വേണ്ട, അതങ്ങ് വന്നിട്ട് പ്രത്യേകം എനിക്ക് തന്നാൽ മതി. ഞാൻ പുറത്തിറങ്ങി പതുക്കെ നടന്നു. അന്നു പകൽ മുഴുവൻ എൻ്റെ മനസ്സിൽ കുഴഞ്ഞു മറിഞ്ഞിരുന്ന സംഗതികൾ കള്ളു ചെന്നപ്പോൾ വെളിവാകുന്നത് പോലെ തോന്നി. അവൾക്കൊരു വീടുണ്ട്, എനിക്കൊരു കെട്ടിയോള് വേണം. വീടും വയ്ക്കും വരെ വീടും വേണം. എനിക്കൊരുത്തിയെ സമ്മതം തന്നിട്ടുള്ളൂ, അതിവളാണ്. ഇനിയും വേറൊരുത്തി സമ്മതം തരുമെന്ന് എന്താണ് നിശ്ചയം? ചാക്കോച്ചേട്ടൻ വിവരിച്ച ആ വീട് ഞാൻ കണ്ടു. അവിടെ മണ്ണെണ്ണ വിളക്കം വെച്ച് അവൾ എന്നെ കാത്തിരിക്കുന്നു. കിട്ടുന്ന കാശെല്ലാം ഞാൻ അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കും. ഒരു കൊച്ചിനെ ഞാൻ എടുത്തുകൊണ്ട് നടക്കുന്നു. അതിനെ ഞാൻ കൊഞ്ചിക്കുന്നു, കളിപ്പിക്കുന്നു, ചിരിപ്പിക്കുന്നു. എന്നിട്ട് അതിനെ തള്ളയുടെ കയ്യിലേക്ക് നീട്ടുന്നു. ആ കൊച്ചെന്നെ തേട്ട എന്നല്ല, അച്ഛ എന്ന് വിളിക്കുന്നു. അങ്ങനെ പോയി എൻ്റെ സ്വപ്നങ്ങൾ. അവൾ എൻ്റെ അടുത്തെത്തി കഴിഞ്ഞു. ആൾ സഞ്ചാരമില്ലാത്ത ഇടവഴിയിൽ കൂടി ഞങ്ങൾ നടന്നു. അവൾ മുമ്പേയും കുറച്ചകലെ പിന്നിൽ ഞാനും. തലേനാൾ ഞാൻ പോയ അതേ വളപ്പ്. ആ വളപ്പിനുള്ളിലേക്ക് ഞങ്ങൾ കയറിപ്പോയപ്പോൾ അവിടെയും ഇവിടെയും നിന്ന് പട്ടികൾ കൂട്ടം കുരയ്ക്കാൻ തുടങ്ങി. 1-2 വീടുകളിൽ വെട്ടമുണ്ട്. ഒരു വീടിൻ്റെ മുൻവശം ഒരുവൾ ഇരുന്നു തീ കത്തിക്കുന്നു. ഒരു വീടിൻ്റെ മുൻപിൽ ചെന്ന് അവൾ നിന്നു. ഞാനും പിന്നിലുണ്ട്. ചെറ്റ പൊക്കി അവൾ അകത്തു കയറി, പിന്നാലെ ഞാനും. അവിടെ ഒരു മണ്ണെണ്ണ വിളക്ക് കത്തുന്നുണ്ടായിരുന്നു. ഒരു കിഴവി ആ വെട്ടത്തിരിക്കുന്നുണ്ട്. അവൾ എന്നെ ഒന്ന് നോക്കി. എൻ്റെ ശരീരമാകെ കിടുകിടാ വിറച്ചു. കിഴവി ഇരിക്കുന്നതിനപ്പുറം ഒരു മുറിയുണ്ട്. അതിലേക്ക് അവൾ കയറി. ഒരു പായെടുത്ത് തട്ടിക്കുടഞ്ഞ് വിരിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ അവൾ ആംഗ്യം കാണിച്ചു. എന്നെ എപ്പോഴും ആ കിഴവി കറുകറാന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്നു. എന്നെ ആ പായിലിരുത്തിയിട്ട് അവൾ ചാർത്തിലേക്ക് പോയി. അപ്പോഴും എൻ്റെ വിറയൽ മാറിയിരുന്നില്ല. സ്വല്പം കഴിഞ്ഞ് അവൾ തിരിച്ചു വന്ന് ഞാൻ വിറയ്ക്കുന്നത് അവൾ കണ്ടുപിടിച്ചു. പേടിക്കണ്ട, എന്തിനാ വിറയ്ക്കുന്നു? ഇവിടെ ആരും വരത്തില്ല. ഞാൻ വെറുതെ മറുപടി പറഞ്ഞു, ഞാൻ വിറയ്ക്കുന്നില്ല. അവൾ ചോദിച്ചു, ചോറുണ്ണണോ? അത് ആ കിഴവി കേട്ടെന്ന് തോന്നുന്നു. എന്തെന്നാൽ ആ കിഴവി ചോദിച്ചു, എന്നതാടി ഇത്? അവൾ കിഴവിയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് വിളക്കു കയ്യിലെടുത്തു. എന്നിട്ട് ചോദിച്ചു, എന്നതാ? കിഴവി പറഞ്ഞു, അല്ല, നീ അങ്ങ് ഉണ്ണാൻ വിളിക്കുന്നു, പൊയിച്ചു മാനിച്ചിരുത്തുന്നു, എന്നതാണെന്നറിയാതെ ചോദിക്കുക. അവൾ കയർത്തു. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്ക്. കിഴവിയും കയർത്തു. അല്ല, നീ അയാളെ നിന്റെ ചെവ്വനാക്കി കഴിഞ്ഞു. അവൾ ഉത്തരം പറഞ്ഞില്ല. ആ വഴക്കൊഴിവാക്കാനായി ഞാൻ പറഞ്ഞു, എനിക്ക് ചോറ് വേണ്ട. അവൾ പറഞ്ഞു, എന്നാലും ഞാൻ പോയി ഒരു പിടി വറ്റു തിന്നിട്ട് പിന്നീട് വരാം. അവൾ ചാർത്തിലേക്ക് പോയി. ആ കിഴവിയുടെ വാക്കുകൾ എൻ്റെ സ്വപ്നങ്ങളിൽ ആഞ്ഞുള്ള ഒരു ഇടിയായിരുന്നു. എനിക്കൊരു വല്ലായ്മയുമായി
നാശം, ആ കിഴവി സമ്മതിക്കുകയില്ലായിരിക്കും. എന്നാലും അവൾ തൻ്റെടക്കാരിയാണ്. അവൾ ഊണ് കഴിഞ്ഞ് പുറത്തിറങ്ങി. അടുത്ത വീട്ടിലെ പെണ്ണും പിള്ളയോട് അവൾ കുശലം അന്വേഷിക്കുന്നു. ഗൗരി ചേച്ചി, അത്താഴം കഴിഞ്ഞു? കഴിഞ്ഞു. നീ ഇപ്പോഴാണോ ഷാപ്പിൽ നിന്ന് വന്നേ? അതെ. തുടർന്ന് കുറേ നേരം അവർ സംസാരിച്ചു. കയറ്റാപ്പീസിലെ കാര്യമാണ്. അവൾക്ക് അന്ന് വലിയ ശ്രമം ചെയ്ത് ജോലി കിട്ടി പോലും. എനിക്കത് ശ്രദ്ധിക്കാൻ വയ്യായിരുന്നു. ആ കിഴവി ഇരുന്നിടത്ത് തന്നെ ചുരുണ്ടുകൂടി കിടന്നു. അതും എൻ്റെ ജീവിതത്തിലെ എല്ലാ വിധത്തിലും പ്രത്യേകമായൊരു അനുഭവമായിരുന്നു. നാലു ചുറ്റിനും മറയും മുകളിൽ കൂരയുമുള്ള ഒരു പുരയ്ക്കകം ഞാൻ കണ്ടിട്ടില്ല. അന്നാണ് അങ്ങനെ ഒന്നിരിക്കുന്നത്. അതിലിരിക്കാൻ ഒരു സുഖമുണ്ട്. അവിടെ കിടന്നുറങ്ങിയാൽ നേരം വെളുത്താലും ഞാൻ ഉണരുകയില്ല. എനിക്ക് വേണ്ടി ഒരു പായ് വിരിക്കപ്പെട്ടു. ചോറുണ്ണണോ എന്ന് ഒരുവൾ ചോദിച്ചു. ഉണ്ണേണ്ടതായിരുന്നു. എങ്കിൽ അതിൻ്റെ സുഖവും അറിയാമായിരുന്നു. ആ നാശം കിഴവി. ആ വീട് എൻ്റെ വീടായിരുന്നെങ്കിൽ അവൾ എൻ്റെ കെട്ടിയോളായിരിക്കുമോ? എന്തിനു വേണ്ടി ആ 20 രൂപ ഞാൻ സമ്പാദിച്ചു? അതെനിക്കൊരു വലിയ കാര്യമല്ല. അതിനെക്കുറിച്ച് ഞാൻ ഓർത്തില്ല. എനിക്ക് അവളോട് ചോദിക്കാനുള്ളത് അതല്ല. അവൾ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് തലമുടി അഴിച്ചു കെട്ടി എന്നിട്ട് പുകച്ചിലെടുക്കുന്നു എന്ന് പറഞ്ഞ് ജമ്പർ ഊരി അല്പം കഴിഞ്ഞ് എഴുന്നേറ്റ് ഉടുപുടവ ഉരിഞ്ഞു കുടഞ്ഞുടുത്തു. മുമ്പ് അവൾ എൻ്റെ ഞരമ്പുകളെ തരുതരിപ്പിച്ചിരുന്നു. അവളുടെ പിൻവശം കണ്ട് അടക്കാൻ വയ്യാത്ത വിധം ഒരിളക്കം എനിക്കുണ്ടായിട്ടുണ്ട്. ഡെസ്കിൽ കൈമുട്ടൂന്നി എൻ്റെ മുന്നിലേക്ക് അവൾ ആഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ ജമ്പറിനുള്ളിലേക്ക് നോക്കി ഇരുന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അവൾ ജമ്പർ ഊരിയതും പുടവ കുടഞ്ഞുടുത്തതും എന്നെ ഇളക്കാനായിരിക്കാം. എൻ്റെ അടുത്ത് വീണ്ടും ഇരുന്നു. എന്നിട്ട് അവൾ ഒരു ചിരിയോടെ ചോദിച്ചു, രൂപ എവിടെ? ഞാൻ എൻ്റെ ബെൽറ്റിൻ്റെ കീശയിൽ നിന്ന് മുഴുവൻ രൂപയും എടുത്തു കൊടുത്തു. ഇതെത്രയുണ്ട്? 20. 20ഓ? അവൾ എണ്ണി നോക്കി. തികച്ചുമുണ്ട്. എന്നിട്ട് അവൾ എൻ്റെ കഴുത്തിൽ കൈ ചുറ്റി എനിക്കൊരു മുത്തം തന്നു. അവൾ ആ വിളക്ക് ഊതിക്കെടുത്തി. ഒരു പായിൽ ഞാനും അവളും കിടക്കുകയാണ്. അവൾ എൻ്റെ ശരീരമാകെ തലോടി. എൻ്റെ മുഖത്തോട് അവൾ മുഖം ചേർത്തുകൊണ്ട് ചോദിച്ചു, എന്താ ഇത്? എന്താ? ഒരു വലിയ വിചാരം. ഒന്നും പേടിക്കണ്ട. വീണ്ടും അല്പം കഴിഞ്ഞ് അവൾ ഒന്നടവ് മാറ്റി. അവൾ ചോദിച്ചു, എന്താ പേര്? ആ ചോദ്യവും എൻ്റെ ഉള്ളിൽ ചെന്ന് തറച്ചു. അങ്ങനെ ആരും തന്നെ ഇതിനു മുമ്പ് ചോദിച്ചിട്ടില്ല. അഥവാ ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ തന്നെ എൻ്റെ പേര് പറയാൻ എനിക്ക് വിഷമവും ഉണ്ടായിരുന്നില്ല. അന്ന് ഹോട്ടലിൻ്റെ പിന്നിൽ നിന്ന് ആ കറുത്തു തടിച്ച മനുഷ്യൻ പേർ ചൊല്ലി വിളിച്ചത് ഞാൻ ഓർത്തു. ആ ശബ്ദം എൻ്റെ ചെവിക്കുള്ളിൽ ഇപ്പോഴും മുഴങ്ങുന്നു. പട്ടിക്കുട്ടി. ആ മനുഷ്യൻ മറ്റൊരു പേർ ചൊല്ലി വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പട്ടിയുടെ കുട്ടിയാണെങ്കിലും അത് വേണ്ടായിരുന്നു. എൻ്റെ പേർ പട്ടിക്കുട്ടി എന്നാണെന്ന് പറഞ്ഞാൽ അവൾക്ക് എന്തു തോന്നും? പട്ടിയുടെ കുട്ടിയുടെ കെട്ടിയോളായിരിക്കാൻ ഏത് പെണ്ണിഷ്ടപ്പെടും? ഞാൻ അക്കഥ മുഴുവൻ അവളോട് പറയേണ്ടി വരികയില്ലേ? പിന്നെ ഒരിക്കലും അവൾ എൻ്റെ പെണ്ണാവുകയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് പേരില്ല. പിന്നെ പേരില്ലാത്തവരുണ്ടോ? ആട്ടെ, നിൻ്റെ പേരെന്താ? ഇപ്പം പറയണില്ല. വീണ്ടും സ്വല്പനേരത്തേക്ക് സംസാരം നിലച്ചു. അവൾ ചോദിച്ചു, എന്നതാ ജാതി? അതിനും എനിക്ക് ഉത്തരമില്ല. അതിനും ഞാൻ പിന്നീട് ഉത്തരം പറഞ്ഞു, എനിക്ക് ജാതിയില്ല. അതും കള്ളത്തരമാ. അല്ല, ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ? എന്നതാ? നീ എൻ്റെ പെണ്ണായിട്ടിരിക്കാമോ? അവൾ പെട്ടെന്ന് ചോദിച്ചു. അല്ല, അങ്ങ് കയറി കെട്ടാൻ വന്നതാണോ? എനിക്ക് പിന്നെ ഒന്നും ചോദിക്കുവാൻ തോന്നിയില്ല. അവൾ പറഞ്ഞു, എനിക്ക് ഉറക്കം വരുന്നു. അല്പനേരം കൂടെ കഴിഞ്ഞു ഒന്നുകൂടി ഗൗരവത്തോടെ അവൾ പറഞ്ഞു, എനിക്കൊന്ന് കണ്ണടയ്ക്കണമെന്നേ. എന്നിട്ട് ഞാൻ കാര്യം മനസ്സിലാക്കിയില്ല. അവൾ പറഞ്ഞു, സ്വന്തം വീട് പോലെ ഇവിടെ രാത്രി മുഴുവൻ കിടന്നുറങ്ങാനൊക്കത്തില്ല. ആ കിഴവി അപ്പോൾ ചോദിക്കുന്നതായി കേട്ടു, എന്നതാടി അവിടെ? കിടത്തി ഉറക്കത്തില്ലേ? കാലേ പിടിച്ച് വലിച്ച് ചെറ്റ പൊക്കി പുറത്തിട്. ഞാൻ എഴുന്നേറ്റിരുന്നു. അല്പം കൂടെ കഴിഞ്ഞ് അവൾ വീണ്ടും പറഞ്ഞു, എന്നാൽ പോകരുതോ? ഇത് നാശമായല്ലോ. ഞാൻ എഴുന്നേറ്റു കിഴവിയെ കവച്ചു കടന്നു ചെറ്റ പൊക്കി പുറത്തിറങ്ങി.